നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നല്ലൊരു മനുഷ്യസ്നേഹി ആയ ഒരു സിനിമാക്കാരൻ കൂടി വിട പറഞ്ഞു. സഹപ്രവർത്തകരെ എന്നും ഓർത്തിരുന്ന നല്ല മനുഷ്യനായിരുന്നു. ശേഖർ കാവശ്ശേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ നേരി കണ്ടിട്ടില്ല. പക്ഷേ ആഴ്ചയിൽ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും 3 മെസ്സേജെങ്കിലും എനിക്ക് അയക്കും. മാസത്തിലൊരു തവണയെങ്കിലും വിളിച്ച് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. ശേഖരൻകുട്ടി എന്നായിരുന്നു വേണ്ടപ്പെട്ടവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. കാരണം ശേഖർ കാവശ്ശേരി മരിച്ചു, ഇന്നലെ രാത്രി മരിച്ചു എന്നുള്ള വിവരം മദ്രാസിലുള്ള ചില സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് ആർക്കും ഈ ശേഖർ കാവശ്ശേരി അറിയില്ല. അവരുടെ എല്ലാം പ്രിയപ്പെട്ട ശേഖരൻകുട്ടിയാണ്. എന്നെ തിരുവനന്തപുരത്ത് സ്പോട്ട് സുരേഷ് എന്ന് പറഞ്ഞ് നല്ലൊരു അവതാരകനുണ്ട്. നല്ല ശബ്ദമുള്ള മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അവഗാഹമുള്ള സ്പോട്ട് സുരേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ശേഖർജി പോയി. അപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ല. അപ്പോൾ പറഞ്ഞു, ശേഖർ കാവശ്ശേരി അദ്ദേഹം പോയി. സത്യത്തിൽ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം മധുസാറിന് 90 വയസ്സ് തികഞ്ഞപ്പോൾ നവതി ആഘോഷിക്കുന്ന വേളയിൽ മദ്രാസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ ദിനേശ്, ഞാൻ മധുച്ചേട്ടനെ ഒന്ന് കാണാനായി വരുന്നുണ്ട്. നവതിയല്ലേ, നമുക്കൊന്ന് കാണണം. നമ്മൾ എത്രയോ കാലമായി പരിചയപ്പെട്ടിട്ട്, പക്ഷെ നേരി കണ്ടിട്ടില്ലല്ലോ. കാരണം ഈ കൊറോണ വന്ന ശേഷം ഞാൻ മദ്രാസിലേക്കും പോയിട്ടില്ലല്ലോ. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കേരളത്തിലേക്ക് വന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ആയിരിക്കും താമസിക്കുന്നത്. പക്ഷേ എന്തോ പെട്ടെന്ന് അദ്ദേഹം പ്രോഗ്രാം മാറ്റിയെന്ന് തോന്നുന്നു. അദ്ദേഹം ഹോട്ടലൊക്കെ മാറ്റി. എനിക്കൊന്ന് ഫ്ലാറ്റിലോ സുഹൃത്തിൻ്റെ കൂടെ എന്തോ ആണ് താമസിച്ചത്. അവിടെ നിന്ന് ഈ സ്പോട്ട് സുരേഷിനെ വിളിച്ചുകൊണ്ടാണ് ഈ ശേഖർ കാവശ്ശേരി മധുസാറിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തിന് എന്താ പറയുക ഷാൾ അണിയിക്കുകയൊക്കെ ചെയ്തത്. എനിക്കതിൻ്റെ സ്റ്റില്ലൊക്കെ അയച്ചു തന്നു. ഏറ്റവും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരുവനന്തപുരം വിട്ട് പോവുകയും ചെയ്തു. കാരണം എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞ് അസുഖങ്ങളുടെ പ്രശ്നമുണ്ടെന്നുണ്ട്. ഈ ശ്വാസം മുട്ടലോ അതുപോലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പ്രായമായി, 84 വയസ്സ് കഴിഞ്ഞു. ഇനി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്. അത് കാണേണ്ടി വന്നില്ല. അവസാനമായി എന്നെ അദ്ദേഹം വിളിച്ചത്, ഞാൻ ഏറെ ബഹുമാനിച്ച ഒരു മഹാൻ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്നെ എടാ പോടാ വട്ടി തെണ്ടി എന്നൊക്കെ വിളിച്ചല്ലോ. അതിന് ഞാനൊരു മറുപടി പറഞ്ഞു, ഒരു 59 മിനിറ്റും 40 സെക്കൻഡും. ആ പ്രോഗ്രാം കണ്ടിട്ട് എന്നെ വിളിച്ചു, മിസ്റ്റർ ദിനേശ്, ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി ആ നല്ല മനുഷ്യൻ്റെ അല്പത്തരങ്ങളും വീമ്പ് പറച്ചിലും ഒക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വിഷമിക്കണ്ട, നിങ്ങളത് കാര്യമാക്കരുത്. നമ്മൾ റോഡിൽ പോകുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കാണുന്നില്ലേ, വകവയ്ക്കാറുണ്ടോ? ഇതും അത്തരം ഒരു നാടകമായി കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയിൽ പാട്ടെഴുതിയതും ഈ മഹാനായിരുന്നു. ശേഖർ കാവശ്ശേരി എന്ന മാന്യനായ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ അനുഭവങ്ങളെപ്പറ്റി എന്നോട് പറഞ്ഞതൊക്കെ വച്ചിട്ട് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ മോശ സമയം ഉണ്ടായിരിക്കാം അദ്ദേഹത്തെക്കുറിച്ച് ഒരു എപ്പിസോഡ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയില്ല. മരിച്ചപ്പോഴാണ് ചെയ്യേണ്ടി വന്നത്. ചെയ്യണമായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ. അദ്ദേഹം ഇത്ര വേഗം യാത്രയാകുമെന്നോ അദ്ദേഹത്തിന് ഇത്രയും പ്രായമുണ്ടെന്നോ ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. കാരണം നല്ല ക്ലാരിറ്റിയിലാണ് സംസാരിക്കുന്നത്, ബഹുമാനത്തോടെ സംസാരിക്കും. അതുപോലെ അദ്ദേഹത്തെ കണ്ടാലും ഇപ്പോൾ ഈ ഡയ്യുടെയൊക്കെ കാലമാണെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളൊക്കെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ സ്മാർട്ട്നെസ് മനസ്സിലാക്കിയാൽ നമുക്കൊരിക്കലും അദ്ദേഹം ഇത്രയും പ്രായമുള്ള ആളാണ്, 84 വയസ്സ് കഴിഞ്ഞ ആളാണെന്ന് മനസ്സിലാവില്ല. എപ്പോഴും നല്ല ഊർജ്ജസ്വലനായി ചിരിച്ചുകൊണ്ട് മാന്യമായി മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇത്ര വേഗം കടന്നു പോകില്ല എന്ന് ധരിച്ച ഞാൻ വിഡ്ഢി. എന്തായാലും പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് സ്പോട്ട് സുരേഷ് പറഞ്ഞ വിവരം വെച്ച് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ എടുത്തത് അദ്ദേഹത്തിൻ്റെ സണ്ണിലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ചിലരൊക്കെ വരാനുണ്ട്, കേരളത്തിൽ നിന്നും ബന്ധുക്കൾ വരണം, അതുകൊണ്ട് സംസ്കാരം ചൊവ്വാഴ്ചത്തേക്ക് നീട്ടി. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് അദ്ദേഹത്തെ അടക്കും എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. മണിയിപ്പോൾ 11ആയി. അപ്പോൾ അദ്ദേഹം വെന്ത് വെണ്ണീറായി കാണും. ഞായറാഴ്ച രാത്രി പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചു. അങ്ങനെ ശ്വാസം മുട്ടൽ വരികയും ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ വർഷം
തൃശ്ശൂരിൽ ജയതാരകം എന്ന് പറഞ്ഞ് അവിടുത്തെ ജയൻ്റെ ആരാധകരെല്ലാവരും കൂടി ചേർന്ന് ഒരു ജയതാരകം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി. ജയതാരകം എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിന് വന്നത് ഈ ശേഖർ കാവശ്ശേരിയായിരുന്നു. അവിടെ നടന്ന ജയൻ്റെ ഫോട്ടോ എക്സിബിഷനിൽ അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമയുണ്ട്, ഇതുവരെ പുറത്തു വരാത്ത, പൂർണ്ണമായും ചിത്രീകരിച്ച് സെൻസറിങ് കഴിഞ്ഞ് നാളെ റിലീസ് എന്ന് പറയുമ്പോൾ ഇന്നൊരു സ്റ്റേ ഓർഡർ വാങ്ങിയത് കാരണം ഒരിക്കലും ഇനി കാണാൻ പറ്റാത്ത രീതിയിൽ പെട്ടിയിലായിപ്പോയ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ശേഖർ കാവശ്ശേരി ജയേട്ടന് സംവിധാന നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വലിയ ഫോട്ടോയുടെ മുന്നിൽ അദ്ദേഹം നിന്ന് ആ ഫോട്ടോ നോക്കുന്നതും അദ്ദേഹം മകളെയും ഭാര്യയൊക്കെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതിൻ്റെയൊക്കെ കുറേ സ്റ്റില്ലുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു ആ കാലത്ത് തൃശ്ശൂരിൽ നിന്ന്. ഇന്നലെ എനിക്ക് ഈ ആവശ്യം വന്നപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ വീണ്ടും ആ പടങ്ങൾ എനിക്ക് അയച്ചു തന്നു. ആ ഫോട്ടോകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയുക സങ്കടം തോന്നി. കാരണം ആദ്യമായി ചെയ്ത സിനിമ, ഒരുപാട് പേരുടെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു, ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ, ജയനെ നായകനാക്കി എടുത്തൊരു സിനിമ പൂർത്തിയാക്കി ബോംബെയിലായിരുന്നു ചിത്രീകരിച്ചത്. മുഴുവൻ പൂർത്തിയാക്കി സെൻസർ ചെയ്ത് നാളെ റിലീസെന്ന് പറഞ്ഞ് ഇന്ന് ആ സിനിമ തടയപ്പെടുക. തടഞ്ഞ് 2-ാം ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിക്കുക. മെനങ്ങാന്ന് മരിക്കുന്നത് വരെയും അദ്ദേഹം ആ സിനിമ സ്ക്രീനിൽ കാണാൻ പറ്റും, തിയേറ്ററിൽ എത്തുമെന്നുള്ള സ്വപ്നത്തിൽ ജീവിക്കുക. അതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. വലിയ എന്താ പറയുക, എനിക്ക് പ്രയാസം തോന്നി ആ മനുഷ്യനോട്. അങ്ങനെ എങ്ങനെ ഇത്രയും വർഷം ആ ഹൃദയവേദനയോടെ ജീവിച്ചു എന്ന് ഞാൻ ആലോചിച്ചു. തൻ്റെ പടം സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യമില്ലാതെയാണ് അദ്ദേഹം കടന്നുപോയത്. മരിക്കും വരെ തൻ്റെ കന്നൻ സൃഷ്ടി തിയേറ്ററിലെത്തും എന്ന് വിശ്വസിച്ച ആശിച്ച പാവം മനുഷ്യനായിരുന്നു ശേഖർ കാവശ്ശേരി. അസോസിയേറ്റ് ഡയറക്ടറായിരുന്നപ്പോൾ നല്ല പിടിവാശി കാണിച്ചിരുന്ന ആളായിരുന്നു ശേഖർ കാവശ്ശേരി. ഞാൻ അദ്ദേഹം അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ചിലരോട് സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ സംവിധായകനും ഗാനരചയിതാവും ഒക്കെ വാസൻ ചേട്ടനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സംവിധാന സഹായികളോട് തിരക്കഥ കോപ്പി എടുക്കുമ്പോൾ ഒരിക്കലും ഡോട്ട് പെന്നൊന്നും വെച്ച് കോപ്പി എടുക്കാൻ അദ്ദേഹം സമ്മതിക്കില്ല, പെൻസിൽ കൊണ്ട് കോപ്പി എടുക്കണമെന്ന് വാശി പിടിക്കുന്ന ആളായിരുന്നു. പെൻസിൽ എഴുതിയാൽ നമുക്ക് എന്തെങ്കിലും ഡയലോഗൊക്കെ മായ്ക്കേണ്ടി വരികയാണെങ്കിൽ മായ്ക്കാമല്ലോ എന്നായിരിക്കാം അദ്ദേഹം വിചാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നതാണ് പെൻസിൽ കൊണ്ട് ഇത് കാർബൺ കോപ്പി എടുത്തിരുന്നു. 2-3 ദിവസം നമ്മൾ ഷൂട്ടിങ്ങിൽ ഉപയോഗിക്കുമ്പോൾ ആ പെൻസിലാവും മാഞ്ഞു പോകും. പക്ഷേ അദ്ദേഹം അതൊരു പ്രശ്നമായിരുന്നില്ല. അതുപോലെ ഈ പെൻസിലിൻ്റെ തുമ്പിൽ റബ്ബർ ഉണ്ടാകണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ട് വാങ്ങുമ്പോൾ, കാരണം തെറ്റിയാൽ മായ്ക്കാനായിട്ട്. അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ച മനുഷ്യനായിരുന്നു. ടുലറ്റ് എന്ന് പറഞ്ഞ് മദ്രാസിലൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ആ ലോഡ്ജിൻ്റെ പേര് ടുലറ്റ് അല്ല, ആരും വാടകയ്ക്ക് എടുക്കാതെ കിടക്കുന്ന റൂമായതുകൊണ്ട് എന്നും ഹോട്ടലിൻ്റെ മുന്നിൽ ടുലറ്റ് എന്ന് ബോർഡ് തൂക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ അവസാനം ആ ലോഡ്ജിന് ടുലറ്റ് ലോഡ്ജ് എന്ന് പേരായി. അവിടെ ആയിരുന്നു ആദ്യകാലത്ത് സിനിമയിൽ വന്ന കാലത്ത് ശേഖർ കാവശ്ശേരി താമസിച്ചിരുന്നത്. എഡിറ്റിംഗ് സഹായിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. എൻ്റെ ഗുരുനാഥനായ പ്രിയപ്പെട്ട ജെയ്സി സാറിൻ്റെ ആദ്യ സിനിമയായ ശാപമോക്ഷത്തിലെ പാട്ട് എഡിറ്റ് ചെയ്ത ശേഷം എഡിറ്റിംഗ് അസിസ്റ്റൻ്റായ ശേഖർ കാവശ്ശേരി ആ ഫിലിമായിട്ട് തിയേറ്ററിലിട്ട് കാണാനായിട്ട് സൈക്കിൾ ചവിട്ടി പോയ കഥയൊക്കെ എന്നോട് പറയുമായിരുന്നു. ദിനേശ്, നിങ്ങളുടെ ഗുരുനാഥൻ്റെ ആദ്യ സിനിമയുടെ പാട്ടും കൊണ്ട് ഞാൻ സൈക്കിളിൽ എഡിറ്റിംഗ് റൂമിൽ നിന്ന് എഡിറ്റ് ചെയ്ത റീലുമായിട്ട് സൈക്കിളിൽ പ്രിവ്യൂ നടത്തുന്ന തിയേറ്ററിലേക്ക് പോയിട്ടുണ്ട്. അക്കാലം മുതൽ എനിക്ക് ജെയ്സിയെ പരിചയമുണ്ട് എന്ന് എന്നോട് പറയുമായിരുന്നു. നമുക്കറിയാം, ജയേട്ടൻ, മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ജയേട്ടൻ 25/7/1939 ജനിച്ചത്. 16/11/1980 മരിച്ചു. 41 വയസ്സുള്ളപ്പം മരിച്ചു. ഇപ്പം മരിച്ചിട്ട് 43 വർഷമായി എന്ന് പറയുമ്പോൾ ശേഖർ കാവശ്ശേരിയുടെ അതേ പ്രായമായി, 84 വയസ്സായെന്നെ. ജയൻ അഭിനയിച്ച് പൂർത്തിയാക്കി സെൻസർ ചെയ്ത് റിലീസിൻ്റെ തലേന്ന് കോടതി തടഞ്ഞ സിനിമയായിരുന്നു പഞ്ചപാണ്ഡവർ. അക്കാലത്ത് കളർ ഫിലിം കിട്ടാൻ ഒരുപാട് പ്രയാസമായിരുന്നു. മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറുന്ന കാലമാണ്. ഒരു കോട്ടയുണ്ട്, റേഷൻ കോട്ടയുണ്ട്, അത്രയും ഫിലിമേ കിട്ടുള്ളൂ, പിന്നെ ബ്ലാക്കിൽ വാങ്ങണം. അങ്ങനെ റേഷൻ കോട്ടയിൽ കിട്ടിയതും ബ്ലാക്കിൽ വാങ്ങിയതും എല്ലാം കൂടി ചേർത്ത് ഈസ്റ്റ്മാൻ ഫിലിം, അന്ന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഫിലിമാണ് ഈസ്റ്റ്മാൻ ഫിലിം, വില കൂടിയ ഫിലിം. അതിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു പഞ്ചപാണ്ഡവർ. അപ്പോൾ 400 അടിയുള്ള ഒരു റോളിന് അന്ന് 2500 രൂപ വിലയാണ്. 35 റോളിലാണ്
പഞ്ചപാണ്ഡവർ ചിത്രീകരിച്ച് തീർത്തത്. പഞ്ചപാണ്ഡവർ പ്രസാദ് ലാബിൽ കിടന്ന് തീർന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. പ്രസാദ് ലാബിലായിരുന്നു ആ പെട്ടി ഉണ്ടായിരുന്നത്. 1980 നവംബർ 14 റിലീസ് ചെയ്യുന്നു, സിനിമ വരുന്നു എന്നുള്ള പരസ്യമൊക്കെ പത്രങ്ങളിൽ വന്നു. ജയൻ്റെ 125ാമത്തെ ചിത്രമായിരുന്നു പഞ്ചപാണ്ഡവൻ. അങ്ങനെയുള്ള ഒരു പ്രത്യേകതയുണ്ട്. 125ാമത്തെ സിനിമയായിരുന്നു പഞ്ചപാണ്ഡവർ. ജയൻ, സുകുമാരൻ, രാഘവൻ, പൂജപ്പൻ രവി, കുതിരവട്ടം പപ്പു, TP മാധവൻ മുതലായവരായിരുന്നു പഞ്ചപാണ്ഡവരിലെ 5 കഥാപാത്രങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. അതിൽ നിന്ന് സുകുമാരനും കുതിരവട്ടം പപ്പുവും തിരക്ക് കാരണം മാറി. കാരണം ബോംബെയിലായിരുന്നു ചിത്രീകരിച്ച മുഴുവൻ. അപ്പം ബോംബെയിൽ പോയി നിൽക്കാൻ 30 ദിവസമൊന്നും പോയി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സുകുമാരനും മാറി, കുതിരവട്ടം പപ്പുവും മാറി. ആ വേഷങ്ങൾ ചാക്യാർ രാജൻ, കുതിരവട്ടം പപ്പുവിൻ്റെ വേഷം ചാക്യാർ രാജനും സുകുമാരൻ്റെ വേഷം ബാലാജിയുമാണ് ചെയ്തത്. വിജയമാല എന്നൊരു പെൺകുട്ടിക്കായിരുന്നു പുതുമുഖം, ഒരു പുതിയ ആൾ ചെയ്യണം എന്ന് വാശി പിടിച്ചതുകൊണ്ട് വിജയമാല എന്ന് പറഞ്ഞൊരു തെലുങ്ക് കുട്ടിയെ നായികയായിട്ട് ഫിക്സ് ചെയ്തു. പക്ഷേ സമയത്തിന് അവളെ കിട്ടാതെ പോയപ്പോൾ സൗമിനി എന്ന് പറഞ്ഞ കുട്ടിയായി നായിക. തൃശ്ശൂർ പാട്ടുപുരാക്കൽക്കാരനാണ് ചാക്യാർ രാജൻ. തൊഴിൽ തേടി ബോംബെയിലെത്തിയ 5 യുവാക്കൾ ഒരു മുറിയിൽ താമസിക്കുന്ന അവരുടെ സ്വപ്നങ്ങളും കുസൃതികളും തമാശകളും ഒക്കെ കലർന്ന സബ്ജക്റ്റായിരുന്നു പഞ്ചപാണ്ഡവർ. ഈ 5 പേരിൽ ഒരാൾ ആശുപത്രിയിലാവും, രോഗിയായി. അയാളെ കാണാൻ ചെല്ലുന്ന മറ്റ് 4 പേർ അവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ കണ്ടു. നല്ല സുന്ദരിയായ മിടുക്കിയായ ഒരു നേഴ്സിനെ കാണുന്നു. മലയാളിയാണ്, സുന്ദരിയുമാണ്. ഈ രോഗിയായി കിടക്കുന്ന ചെറുപ്പക്കാരനും സുഹൃത്തുക്കളായ 4 പേരും മാറി മാറി ഇയാളെ കാണാൻ വരുന്ന 4 പേര്. അങ്ങനെ 5 പേരും ഈ പെൺകുട്ടിയെ പ്രേമിച്ചു. 5 പേരെയും പരമാവധി സ്നേഹിക്കാൻ വിട്ടിട്ട് അവസാനം നേഴ്സ് ഒരു ഡോക്ടറെ വിവാഹം കഴിക്കും. ഇതാണ് പഞ്ചപാണ്ഡവരുടെ സബ്ജക്റ്റ്. ശേഖർ കാവശ്ശേരി എന്ന പാലക്കാട്ടുകാരൻ, ഹരിഹരൻ, IV ശശി തുടങ്ങി കുറേ പേരുടെ സഹസംവിധായകനായിരുന്നു. ഇവിടെ പാറശാലയിൽ കരിമ്പന, IV ശശിയുടെ കരിമ്പന ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശേഖർ കാവശ്ശേരിയാണ്. അപ്പോൾ പനയിൽ എങ്ങനെ കയറണം എന്നുള്ളത്, ഈ പാലക്കാട്ട് ഒരുപാട് പനയുണ്ടല്ലോ, അതുകൊണ്ട് ശേഖർ കാവശ്ശേരിക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് പന കയറേണ്ടത്. അങ്ങനെ പനയിൽ എങ്ങനെ കയറണമെന്ന് ജയനെ പഠിപ്പിച്ചു കൊടുത്തത് ശേഖർ കാവശ്ശേരിയായിരുന്നു. ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം. കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ചുകൊണ്ട് അസോസിയേറ്റ് ഡയറക്ടറായ ശേഖർ കാവശ്ശേരി പന കയറുന്ന ഫോട്ടോ കാണിച്ചു തരാം. ഒരുപാട് പേരോടൊപ്പം, N ശങ്കരൻ നായരോടൊപ്പം, ബേബിയോടൊപ്പം, പത്മരാജനോടൊപ്പം ഒക്കെ കാവശ്ശേരി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം, വേറൊരു വ്യത്യസ്തമായ കഥയാണ് പറയുന്നത്, ഒരുപാട് കാലം അദ്ദേഹം ദേവരാജൻ മാഷിനോടൊപ്പം നടന്നിരുന്ന കലാകാരനായിരുന്നു. നമ്മുടെ ലതി ചേച്ചിയുടെ സഹോദരൻ രാജേന്ദ്രബാബു ചേട്ടൻ എന്നോട് പറഞ്ഞത്, ആദ്യകാലങ്ങളിൽ ദേവരാജൻ മാഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എപ്പോഴും ശേഖർ കാവശ്ശേരി അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് പരിചയപ്പെട്ടത് ശേഖരൻകുട്ടിയെ എന്ന് എന്നോട് പറഞ്ഞു. IV ശശി സംവിധാനം ചെയ്യുന്ന അഭിനന്ദനം എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടുകൾ ചെയ്യാനുള്ളത് കണ്ണൂർ രാജന് കൊടുക്കണമെന്ന് യേശുദാസ് അതിൻ്റെ നിർമ്മാതാവായ സഞ്ജയ് രഘുനാഥിനോട് നിർബന്ധം പിടിച്ചു. യേശുദാസ് പറഞ്ഞ കണ്ണൂർ രാജന് കൊടുക്കണം, നല്ല സംഗീത സംവിധായകനാണ്, അയാൾക്ക് കൊടുക്കും. അപ്പോൾ അവരുടെ സ്ഥിരം സംഗീത സംവിധായകൻ ദേവരാജൻ മാഷ. യേശുദാസ് നിർബന്ധിച്ചതുകൊണ്ട് കണ്ണൂർ രാജന് അതിൻ്റെ പാട്ടുകൾ കൊടുത്തു. അഭിനന്ദനത്തിലെ പാട്ടുകൾ നല്ല പാട്ടുകളായിരുന്നു. എന്നാൽ പടത്തിൻ്റെ പശ്ചാത്തല സംഗീതം ദേവരാജൻ മാഷിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചു. അതറിഞ്ഞ കണ്ണൂർ രാജന് IV ശശിയോട് ചൂടാവാൻ പറ്റില്ലല്ലോ. പകരം നനച്ചിരിക്കാതെ ഒരു ദിവസം വഴിയിൽ വെച്ച് കണ്ട ശേഖരൻകുട്ടിയോട് കയറി എന്താ പറയുക, കണ്ണൂർ രാജൻ ചൂടായി. അപ്പോൾ IV ശശിയുടെ അസോസിയേറ്റ് ഡയറക്ടറുമാണ്, ദേവരാജൻ മാഷിൻ്റെ മനസാക്ഷിയുമാണ് ശേഖർ കാവശ്ശേരി. അതുകൊണ്ടാണ് കണ്ണൂർ രാജൻ കയറി ചൂടായത്. ദേവരാജൻ മാഷ് എന്നോട് കാണിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഡയലോഗ് അടിച്ചു. പറഞ്ഞത് മുഴുവൻ കണ്ണൂർ രാജൻ കേട്ട്, അല്ല നമ്മുടെ ഇദ്ദേഹം കേട്ടു നിന്നു. അപ്പോൾ എന്തുവേണം പറയട്ടെ എന്ന് പറഞ്ഞ് കേട്ട് നിന്നിട്ട് അവസാനം ശേഖർ കാവശ്ശേരി പറഞ്ഞു, ഈ സിനിമയിൽ പാട്ട് ആര് സംഗീതം കൊടുക്കണം, പാട്ടാരെഴുതണം, ആര് പാടണം, അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തല സംഗീതം ആര് ചെയ്യണം, ക്യാമറ ആര് ചെയ്യണം, അതൊക്കെ തീരുമാനിക്കുന്നത് സംവിധായകൻ മാത്രമല്ല, സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും ഒക്കെ കൂടിയാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ പാട്ടുകൾ യേശുദാസ് പറഞ്ഞതുകൊണ്ട് കണ്ണൂർ രാജന് കൊടുത്തത് ശരിയായിരിക്കാം, സഞ്ജയ് രഘുനാഥ് കൊടുത്തിരിക്കാം. പക്ഷേ എൻ്റെ പടത്തിൻ്റെ റീറെക്കോർഡിങ് ആര് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്ന IV ശശി ആയിരിക്കും, സംവിധായകനായിരിക്കുമല്ലോ. നിങ്ങളെന്താ അദ്ദേഹത്തെ പറയാതെ മാഷിനെ പറ്റി പറയുന്നത്? മാഷ് അങ്ങനെ ആരുടെയും അവസരങ്ങൾ വെട്ടിപ്പിടിക്കുന്ന ഒരാളല്ല. പരമാവധി വരുന്ന അവസരങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞ് മാറുന്ന ആളാണ്. ചിലപ്പോൾ സഞ്ജയ് രഘുനാഥിൻ്റെ എല്ലാ സിനിമകളും മാഷ് ചെയ്തിരുന്നതുകൊണ്ടോ
ഐ.വി. ശശിയുടെ പടങ്ങൾ ചെയ്തിരുന്നതുകൊണ്ടോ അവർ നിർബന്ധിച്ചപ്പോൾ ആയിരിക്കും അദ്ദേഹം റീ റെക്കോർഡ് ചെയ്തത്. എന്തായാലും ഞാനിത് ദേവരായ മാഷിനോട് പറയാം എന്ന് പറഞ്ഞു. ദേവരായ മാഷിനോട് പറയാം എന്ന് പറഞ്ഞപ്പോൾ കണ്ണൂർ രാജൻ മുങ്ങി. പഞ്ചപാണ്ഡവരിൽ വിൻസെൻറ്റിനെ നായകനാക്കണമെന്നായിരുന്നു ശേഖർ കാവശ്ശേരി ആലോചിച്ചിരുന്നത്. അപ്പോൾ വിൻസെൻ്റ് ഡൂപ്പൊന്നുമില്ലാതെ ഫൈറ്റൊക്കെ ചെയ്യുന്ന കാലമാണ്. നല്ല ജനപ്രിയനായ നായകനുമായിരുന്നു. ജയനാണെങ്കിൽ പടിയായിട്ട് വളരുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, വിൻസെൻറ്റിനോട് പോലും ഡൂപ്പിടാതെ അഭിനയിക്കരുത് എന്ന് ഉപദേശിച്ച ആളായിരുന്നു ജയൻ. പാവം ആലോചിക്കേ, കമൽഹാസനോട് പറഞ്ഞു, വിൻസെൻറ്റിനോട് പറഞ്ഞു, നിങ്ങൾ ഡൂപ്പുകൾ ചെയ്യേണ്ട ജോലികൾ നിങ്ങൾ ചെയ്യരുത്, നിങ്ങളൊരു ആക്ടറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ സിനിമയ്ക്കല്ലേ ദോഷം, അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിച്ചിരുന്ന ആളാണ് ജയൻ. പക്ഷേ അദ്ദേഹം ജനപ്രിയനായ നായകനായി മാറിയപ്പോൾ നിങ്ങൾ ആലോചിക്കേ, ഹെലികോപ്റ്ററിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു, അല്ലെ ആനയുടെ കൊമ്പിൽ തൂങ്ങുക, ക്രെയിനിൽ തൂങ്ങുക, എന്തും ചെയ്യാൻ തയ്യാറായി മാറി പിന്നീട് ജയേട്ടൻ. അങ്ങനെ എന്തുകൊണ്ടാണ് വിൻസെൻ്റ് മാഷിനെ ഒഴിവാക്കുകയും വിൻസെൻറ്റിനെ ഒഴിവാക്കുകയും പകരം ജയൻ നായകനായി. ഇതാ ഒരു മനുഷ്യൻ ഉൾപ്പെടെ, ഐ.വി. ശശിയുടെ ഇതാ ഒരു മനുഷ്യൻ ഉൾപ്പെടെ ശേഖർ കാവശ്ശേരി സഹസംവിധായകനായിരുന്ന നിരവധി സിനിമകളിൽ ജയൻ ഉണ്ടായിരുന്നതിനാൽ ജയനെ നായകനാക്കി, ജയൻ്റെ ഡേറ്റ് കിട്ടി. ഇതാ ഒരു മനുഷ്യൻ്റെ നിർമ്മാണ കാര്യദർശിയായി നടരാജൻ എന്ന് പറഞ്ഞൊരു സിനിമാക്കാരുണ്ടായിരുന്നു. അക്കാലം മുതൽ ശേഖർ കാവശ്ശേരിക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. നടരാജനും ഗുരുവായൂർകാരനായ ഒരു ഗോപിയും ചാവക്കാട്ടുകാരനായ ഒരു ഹമീദും ലണ്ടൻ മലയാളിയായ ഒരു KG മോഹനുമാണ് പഞ്ചപാണ്ഡവരുടെ പ്രൊഡ്യൂസർ. ആളുകൂടിയ പാമ്പ് ചാവില്ല എന്ന് പറയും പോലെ വ്യത്യസ്ത തലങ്ങളിലുള്ള 4 പേരായിരുന്നു പഞ്ചപാണ്ഡവരുടെ നിർമ്മാതാക്കൾ. യു രാജഗോപാലായിരുന്നു ക്യാമറ, കെ നാരായണൻ്റേതായിരുന്നു എഡിറ്റിംഗ്. പഞ്ചപാണ്ഡവരുടെ സംഗീത സംവിധാനം തനിക്ക് പ്രിയപ്പെട്ട ദേവരാജ മാഷിനെ കൊണ്ട് ചെയ്യിക്കണമെന്നായിരുന്നു ശേഖർ കാവശ്ശേരി തീരുമാനിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നല്ലോ. അതുകൊണ്ട് മാഷ് തന്നെ എൻ്റെ പടത്തിൽ, ആദ്യത്തെ പടത്തിൽ പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നിർമ്മാതാക്കളിൽ ഒരാളായ നടരാജൻ കാവശ്ശേരിയുടെ അനുവാദം ചോദിക്കാതെ MS വിശ്വനാഥിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. ഇതാ ഇവിടെ വരെ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന കാലത്ത്. അതിനാൽ MSVയെ സംഗീത സംവിധാനമാക്കി. MSV ആയിട്ടും നല്ല ബന്ധമുണ്ട് കാവശ്ശേരിക്ക്. 5 പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ട് P. ഭാസ്കരൻ മാഷ് എഴുതി. ബാക്കി 4 എണ്ണവും ഞാനിതിൽ പേര് പറയാൻ ഇനി ഒരിക്കലും പേര് പറയില്ല എന്ന് പറഞ്ഞ നിർമ്മാണ സംവിധാന തിരക്കഥാകൃത്തായ ഗാനരചയിതാവാണ് എഴുതിയത്. യേശുദാസ്, P. ജയചന്ദ്രൻ, P. സുശീല, S. ജാനകി എന്നിവരായിരുന്നു ഗായകർ. പഞ്ചപാണ്ഡവർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിനിമയും ജയനെ നായകനാക്കിക്കൊണ്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു. ഡബിൾ റോളിൽ ജയനെ ഡബിൾ റോളിലാക്കി ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് മനോഹരമായ ഒരു തിരക്കഥ പൂർത്തിയാക്കുകയും ചെയ്തു. പഞ്ചപാണ്ഡവർ തീരുമ്പോഴേക്കും അടുത്ത സിനിമയുടെ തിരക്കഥയും പൂർത്തിയാക്കി. മരിക്കും വരെ നല്ലൊരു പ്രൊഡ്യൂസർ വന്നാൽ ഞാനത് ചെയ്യുമെന്ന് സ്വപ്നം കണ്ട ആളായിരുന്നു പാവം ഹതഭാഗ്യനായ ശേഖർ കാവശ്ശേരി. ഒരുപക്ഷെ ജയേട്ടൻ ജീവിച്ചിരിക്കുകയും പഞ്ചപാണ്ഡവർ റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ശേഖർ കാവശ്ശേരി തുടർച്ചയായിട്ട് വീണ്ടും ഒന്നുമില്ലെങ്കിൽ ഈ ഇരട്ട വേഷമുള്ള സിനിമയെങ്കിലും ചെയ്തേനെ. ടി നഗറിലെ വാണിമഹലിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഭാര്യയുടെ പേര് ഉമാദേവി. ഒരു മകളേ ഉള്ളൂ, നന്ദിനി. മരുമകൻ സന്തോഷ് എന്നാണ് പേര്. നന്ദിനിയും സന്തോഷും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഇവിടെ ചെന്നൈയിൽ കാവശ്ശേരിയും ഭാര്യയും മാത്രമേ ഉള്ളൂ. ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്തായിരുന്നു അദ്ദേഹം നന്നായിട്ട് ജീവിച്ചത്. ഒരിക്കലും അദ്ദേഹത്തിന് അല്ലലില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി എന്നോട് ഇന്നലെ PK ശ്രീനിവാസൻ പറഞ്ഞത്, ഇന്ത്യ ടുഡേയുടെ മുൻ എഡിറ്റർ PK ശ്രീനിവാസൻ പറഞ്ഞത്, ഏതോ ഒരു സ്കൂട്ടറിൽ മദ്രാസിലൂടെ ഇൻ ചെയ്ത് പൊടി മീശയൊക്കെ വെച്ച്, നസീർ സാറിനെ പോലെ പൊടി മീശയൊക്കെ വെച്ച് ഓടിച്ചു പോകുന്ന ശേഖരൻകുട്ടി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടോ? അയ്യോ, ശേഖരൻകുട്ടി പോയോ? മദ്രാസിലുള്ള PK ശ്രീനിവാസൻ അറിയുന്നത് തിരുവനന്തപുരത്തുള്ള ഞാൻ പറഞ്ഞിട്ടാണ്. മദ്രാസിലെ പ്രശസ്തമായ രഞ്ജിത്ത് ഹോട്ടലിലിരുന്നാണ് തിരക്കഥ എഴുത്തും പുതുമുഖ താരങ്ങളെ കണ്ടെത്തലുമൊക്കെ നടത്തിയിരുന്നത്. വാഹിനി സ്റ്റുഡിയോയിലായിരുന്നു പാട്ടിൻ്റെ റെക്കോർഡിംഗ്. കണ്ടുപിടുത്ത ഒരു മുഖം നായികയാകണ്ട എന്ന് തിരക്കഥയും സംവിധാനവും ഏറ്റ ശേഖർ കാവശ്ശേരിയും നിർമ്മാതാക്കളും തീരുമാനിച്ചു. നമുക്കൊരു പുതിയ മുഖത്തെ കണ്ടെത്താം. അങ്ങനെ പുതിയ മുഖത്തിനുള്ള അന്വേഷണം നടക്കുന്നതിനിടയിൽ ശേഖർ കാവശ്ശേരിയുടെ സുഹൃത്തായ ഒരു തെലുങ്കൻ സുഹൃത്ത് പറഞ്ഞു, ഒരു 4 ദിവസം മുമ്പ് എൻ്റെ വീടിനടുത്ത്, ഒരു 2-3 വീടിനും അപ്പുറത്ത് മാടിയിൽ ഒരു പുതിയ പെൺകുട്ടി വന്ന് താമസമുണ്ട്. തെലുങ്കത്തിയാണ്. പക്ഷേ അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ സിനിമയിൽ എടുക്കാൻ കൊള്ളാമെന്ന് തോന്നി എനിക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ കാണാം എന്ന് പറഞ്ഞപ്പോൾ ശേഖർ കാവശ്ശേരി പറഞ്ഞു,
ഞാൻ കാണാം, പക്ഷെ ഞാൻ അവളുടെ വീട്ടിൽ പോയി കാണാനൊന്നുമില്ല, എന്നെ വാഹിനി സ്റ്റുഡിയോയിൽ വന്ന് കാണാൻ പറയും. പെൺകുട്ടി വാഹിനി സ്റ്റുഡിയോയിൽ ചെന്നു. അമ്മയും കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കണ്ടപ്പോൾ നിർമ്മാതാക്കൾക്കും സംവിധായകനും നമ്മുടെ ആ നേഴ്സാവാൻ പറ്റിയ, നായികയാവാൻ പറ്റിയ മുഖമാണല്ലോ ഈ പെൺകുട്ടിക്കെന്ന് തോന്നി. എന്താ പേര് എന്ന് ചോദിച്ചു. എൻ്റെ പേര് വിജയമാല. വിജയമാല. അപ്പം നേഴ്സിൻ്റെ കോസ്റ്റ്യൂമർ തച്ചു വെച്ചിരുന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഈ വിജയമാലയ്ക്ക് ഇട്ടു നോക്കി. പഞ്ചപാണ്ഡവരിലെ ഈ 5 ചെറുപ്പക്കാരെ പറ്റിക്കാൻ പറ്റിയ കറക്റ്റ് മുഖമാണെന്ന് തോന്നി. കാരണം അവളുടെ കണ്ണുകൾക്ക് അസാധാരണമായ എന്തൊക്കെയോ ഒരു കഴിവുണ്ട്. അങ്ങനെ ഇവൾ മതി എന്ന് ഉറപ്പിച്ചു. പഞ്ചപാണ്ഡവരിൽ വിജയമാലയാണ് നായികയാകുന്നുള്ള വാർത്തയും പത്രങ്ങളിലൊക്കെ കൊടുത്തു. സിനിമാ ചിത്രീകരണത്തിനായി ബോംബെക്ക് പോകാം എന്ന നിലയിലായപ്പോൾ എല്ലാം റെഡിയായി. അങ്ങനെ പോകാമെന്ന് റെഡിയായപ്പോഴാണ് അറിയുന്നത് വിജയമാല മറ്റൊരു മലയാള സിനിമയിൽ നായികയായി അഭിനയിക്കാനായിട്ട് ഇവരുടെ ഒന്നും പറയാതെ എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞു. കാരണം അനിശ്ചിതത്വമല്ലേ. അപ്പോൾ ഈ വന്ന് കണ്ടു, പോയി കണ്ടു, ഞങ്ങളുടെ പഞ്ചപാണ്ഡവരിൽ നിന്നെ നായികയാക്കാമെന്ന് പറഞ്ഞു. നേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇടിച്ച് നോക്കി, ഓക്കെ കറക്റ്റാണ്, നീ മതി എന്ന് ഫിക്സ് ചെയ്തു. പക്ഷേ ദിവസങ്ങൾ നീണ്ടു പോയപ്പോൾ ആ കുട്ടിക്ക് തോന്നിക്കാണും ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന്. അപ്പോഴാണ് വേറൊരു ഓഫർ വരുന്നത്. ഒന്നും മടിക്കാതെ ഇവരോട് ചോദിക്കാനൊന്നും നിന്നില്ല. ഒന്നാമത് അപ്പോഴത്തെ കാലത്ത് ഈ വിജയമാല എന്ന് പറഞ്ഞ കുട്ടി ഒരു പൊട്ടി കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവൾക്കൊന്നും അറിയില്ല. അവളുടെ അമ്മ പറഞ്ഞു നമുക്ക് കൊച്ചി പോകാം എന്ന് പറഞ്ഞ്. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2, 3, 4 ദിവസം മുമ്പ് മദ്രാസിൽ നിന്ന് വന്ന ഒരു ടെമ്പോയിൽ കയറ്റിയാണ് ഈ വിജയമാലയെ എറണാകുളത്ത് എത്തിച്ചത്. അവിടുത്തെ പടത്തിലെ നായികയാക്കാൻ എത്തിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ എന്ന് അറിയണ്ട, കാരണം ആൻ്റണി ഈസ്റ്റ്മാൻ മരിച്ചതുകൊണ്ട് എനിക്കറിയില്ല. ആൻ്റണി ഈസ്റ്റ്മാൻ സംവിധായകനാകുന്ന പ്രശസ്തനായ സിനിമോഗ്രാഫർ ഉണ്ടല്ലോ, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്. അന്ന് അദ്ദേഹം ഫോട്ടോഗ്രാഫർ മാത്രമാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനാകാൻ തീരുമാനിച്ചു. ഒരു കഥയൊക്കെ പറഞ്ഞൊരു കൊച്ചു ബജറ്റിൽ ആൻ്റണി ഈസ്റ്റ്മാൻ നിർമ്മിക്കാം, സംവിധാനം ആരെ ഏൽപ്പിക്കാമെന്ന് ചർച്ച നടക്കുമ്പോൾ കല്ലു ഡെന്നീസാണ് പറഞ്ഞത്, നീ ചെയ്യടോ. ഞാനോ? നീ ചെയ്യടോ, ചുമ്മാ ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിക്കുകയും കല്ലു ഡെന്നീസ് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ പോലെ, പൈസയൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരു കാറിലോ ഒരു സ്കൂട്ടറിലോ ഒക്കെയാണ് യാത്ര ചെയ്തത്. അങ്ങനെയൊക്കെയാണ് എടുത്ത സിനിമ. പക്ഷേ ആ സിനിമയിൽ പൈസ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കല്ലു ഡെന്നീസ് ആയിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ ചെല്ലും, ലൈറ്റിൻ്റെയൊക്കെ ആളുകൾക്ക് പൈസ കൊടുക്കാനൊക്കെ നക്കാവിച്ച പൈസയേ ഉള്ളൂ, അത് കൊടുക്കുന്ന നിർമ്മാണ നിർവാഹകനായിരുന്നു കല്ലു ഡെന്നീസ്. അപ്പോൾ വിജയമാല ആൻ്റണി ഈസ്റ്റ്മാൻ്റെ പടത്തിൽ അഭിനയിക്കാനായിട്ട് എറണാകുളത്തെത്തി. വിജയമാല എന്ന പേര് എന്തോ അദ്ദേഹത്തിന് അത്ര സുഖിച്ചില്ല. അദ്ദേഹം പറഞ്ഞു നമുക്ക് പേരൊന്ന് മാറ്റാം. അപ്പോൾ ആൻ്റണി ഈസ്റ്റ്മാൻ്റെ ആരാധനാപാത്രമായ നായികയാണ് സ്മിത പാട്ടീൽ. സ്മിത പാട്ടീലിൻ്റെ ആ ആരാധന കൊണ്ട് ഈ നായികയ്ക്ക് വിജയമാല എന്നുള്ള പേര് മാറ്റിയിട്ട് സ്മിത എന്ന് പേരിട്ടു. അങ്ങനെ സ്മിത വന്ന് ഇണയെ തേടി എന്ന് പറഞ്ഞ ആൻ്റണി ഈസ്റ്റ്മാൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് പോയി തമിഴിൽ വണ്ടിച്ചക്രം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലെ കഥാപാത്രത്തിൻ്റെ പേര് സിൽക്ക് എന്നാണ്. അങ്ങനെ ആ പേരും കൂടെ ചേർത്താണ് വിജയമാല സിൽക്ക് സ്മിതയായി മാറിയത്. ഈ ശേഖർ കാവശ്ശേരിയിലെ എല്ലാം സമയം മോശമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇണയെ തേടിയിൽ പോയില്ലായിരുന്നെങ്കിൽ പഞ്ചപാണ്ഡവരിലായിരുന്നെ സിൽക്ക് സ്മിത ആദ്യമായിട്ട് അഭിനയിച്ചത്. ക്യാമറയുടെ മുന്നിൽ നിന്ന് ആദ്യത്തെ സിനിമ പഞ്ചപാണ്ഡവരായനെ. ആ ക്രെഡിറ്റും അദ്ദേഹത്തിന് കിട്ടാതെ പോയി. പകരം ഉമാമഹേശ്വരി എന്ന് പറഞ്ഞ ഒരു പുതുമുഖത്തിനെ കിട്ടി. ഉമാമഹേശ്വരി, അവരെ സൗമിനി എന്ന് പേര് മാറ്റി. രസമെന്താണെന്ന് ചോദിച്ചാൽ പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ പേര് തന്നെയാണ് കഥാപാത്രങ്ങൾക്കും. ജയൻ തന്നെ, രാഘവൻ തന്നെ, ചാക്യാർ രാജൻ തന്നെ, അങ്ങനെ എല്ലാവരുടെയും അതാത് പേരുകളാണ്. അങ്ങനെ സൗമിനിയായിട്ട് തന്നെ അഭിനയിച്ചു, നേഴ്സ് സൗമിനിയായിട്ട്. അതൊരു രസകരമായ കാര്യമാണ്, കാരണം എല്ലാവർക്കും അവരവരുടെ പേര്. അപ്പോൾ ഈ പൊങ്ങൻചെട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. വടക്കം പാട്ടുകളിലൊക്കെ നമ്മുടെ സിനിമകളിൽ വന്ന് തൊടിച്ചു ചീർത്ത വലിയ മുഖമൊക്കെ ഉള്ള ഒരാളുണ്ട്, പൊങ്ങൻചെട്ടി. ഉശൈലമണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പഞ്ചപാണ്ഡവരിൽ അഭിനയിച്ചു. ആദ്യമായി ഉശൈലമണി ബോംബെ കണ്ടത് ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴായിരുന്നു എന്ന് പടം റിലീസായില്ലെങ്കിലും എവിടെ വെച്ച് ശേഖർ കാവശ്ശേരി കണ്ടാലും ഉശൈലമണി പറയുമായിരുന്നു. ഉശൈലമണിയുടെ ഭാര്യയായി നായികയായ സൗമിനിയുടെ അമ്മയെ അഭിനയിപ്പിച്ചു. ബോംബെയിലല്ലേ, അതുകൊണ്ട് വളരെ കുറച്ച് പേരേ പോയിട്ടുള്ളൂ. അപ്പോൾ സൗമിനിയുടെ അമ്മയോട് പറഞ്ഞു ഉശൈലമണിയുടെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ. ചാക്യാർ രാജൻ്റെ മക്കളെ ഉശൈലമണിയുടെ മക്കളാക്കി അഭിനയിപ്പിച്ചു. തിയേറ്റർ ആർട്ടിസ്റ്റായിരുന്ന തൃപ്പൂണിത്തുറക്കാരൻ ബാലൻ തൃപ്പൂണിത്തുറ, അദ്ദേഹം ഫിലിം ഡിവിഷൻ്റെ ആക്ടറായി ബോംബെയിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് ഇവരവിടെ ചെല്ലുന്നത്, ഇവരെ പരിചയപ്പെടുന്നത്. അങ്ങനെ സുകുമാരൻ വരില്ല എന്ന് ഉറപ്പായപ്പോൾ, തിരക്ക് കാരണം സുകുമാരൻ ഈ സിനിമ വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വേഷം ചെയ്തത് ഈ പറയുന്ന ബാലൻ തൃപ്പൂണിത്തുറയായിരുന്നു.
പിന്നെ ബാലൻ മുംബൈ ആയി, അത് കഴിഞ്ഞ് ബാലാജി മുംബൈ ആയി. നടരാജനാണ് ഈ നിർദ്ദേശം വച്ചത്, ബാലാജി അഭിനയിക്കട്ടെ എന്നും, അല്ലെങ്കിൽ ബാലൻ തൃപ്പൂണിത്തുറ അഭിനയിക്കട്ടെ എന്ന്. ബാലാജി ഹിന്ദിയിലടക്കം ശ്രദ്ധേയമായ വേഷങ്ങൾ പിന്നീട് ചെയ്തു. ഈ പഞ്ചപാണ്ഡവരിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറുടെ ഒരു ക്യാരക്ടറായിരുന്നു അദ്ദേഹം ചെയ്തത്. കുതിരവട്ടം പപ്പു എത്തില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ചാക്യാർ രാജന് നേർക്ക് വീണത്. ഈ സിനിമയിൽ ബോംബെയിലെ തിരക്കേറിയ VT സ്റ്റേഷന് മുന്നിലൂടെ ജയൻ്റെ ഒരു ബൈക്ക് ചേസ് ഉണ്ട്. ആ ചേസ് ഷൂട്ട് ചെയ്തത് രാജഗോപാൽ അല്ല, സെക്കൻഡ് യൂണിറ്റ് ക്യാമറാമാനായി വന്ന ഗോപികൃഷ്ണ എന്ന് പറഞ്ഞ ക്യാമറാമാനാണ് ജയൻ്റെ ആ ചേസ് എല്ലാം ഷൂട്ട് ചെയ്തത്. തന്നെ 5 സ്നേഹിതന്മാർ, ഒരു മുറിയിൽ ഒന്നിച്ചുറങ്ങി ജീവിക്കുന്ന 5 സ്നേഹിതന്മാരും തന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സൗമിനി 5 പേരോടും ഒരു നാൾ തൻ്റെ വീട്ടിലേക്ക് വരാൻ പറയും. ഓരോരുത്തരോടും ഓരോ സമയമാണ് പറയുന്നത്. ഒരാൾ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തയാൾ വരും. അത് കാണുമ്പോൾ ആദ്യത്തെ ആളിനെ വീട്ടിനകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒളിപ്പിക്കും. ഇങ്ങനെ 5 പേരും വരുമ്പോൾ നേഴ്സ് സൗമിനി 5 പേരെയും 5 ഇടത്ത് ഒളിപ്പിച്ചിട്ട് വീട്ടിൻ്റെ മേളിൽ പോയിട്ട് സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ, ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് താഴേക്ക് വരും. വന്നിട്ട് പറയും, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഇത് എൻ്റെ ഭർത്താവാണ്, ഡോക്ടറാണ്, നിങ്ങൾ 5 പേരും എൻ്റെ സുഹൃത്തുക്കളായി എന്നും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് പറയുന്നിടത്താണ് ആ സിനിമ തീരുന്നത്. ഒരു പാട്ടിൻ്റെ പകുതിയും ഒരു ഫൈറ്റും ബാക്കി വന്നു. ബോംബെയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും മിച്ചം വന്നു. എല്ലാം ശരിയാക്കി വന്നപ്പോഴേക്കും ഹരിഹരൻ സാറിൻ്റെ ശരപഞ്ചരത്തിലൂടെ ജയൻ വില്ലൻ നായകനായിക്കൊണ്ട് വമ്പൻ വിജയമായി മാറി. ഞാൻ പറയണ്ടല്ലോ ശരപഞ്ചരത്തിനെ കുറിച്ച്. ജയന് തിരക്കോട് തിരക്ക്. ഈ 365 ദിവസം എന്നുള്ളത് എന്താ പറയുക, 665 ദിവസമാക്കി മാറ്റിയാൽ പോലും നിന്ന് തിരിയാൻ പറ്റാത്ത, ഉറങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്കിലേക്ക് പോയി. അദ്ദേഹം 1985 വരെ ഉള്ള ഡേറ്റുകൾ, ഒരു ഡേറ്റ് പോലും അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ മലയാള സിനിമ മൊത്തം കൊത്തിപ്പറിച്ചുകൊണ്ട് പോയി. ആലോചിച്ച് നോക്കുക, എത്ര വർഷത്തെ ഡേറ്റാണ് ആളുകൾ ബ്ലോക്ക് ചെയ്തതെന്ന്. ബോംബെയിൽ എത്താനാകാത്ത അവസ്ഥ ജയൻ സംവിധായകനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ബാക്കി ഫൈറ്റ് ബാലാജിയെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ സംവിധായകൻ ബാലാജി വെച്ച് ആ ഫൈറ്റിൻ്റെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്തു. പടം സെൻസർ ചെയ്തു. നിർമ്മാതാവും വിതരണക്കാരായ സഫയർ ഫിലിംസുമായിട്ട് എന്തോ ഉടക്കുണ്ടായി. സഫയർ ഫിലിംസ് ആയിരുന്നു വിതരണക്കാർ. പത്രങ്ങളിലെല്ലാം പരസ്യം വന്നു, നാളെ മുതൽ പഞ്ചപാണ്ഡവർ എന്ന്. ഞാനിതിൽ കാണിക്കുന്നുണ്ട് ആ ഫോട്ടോകൾ. റിലീസിന് ഒരു ദിവസം ബാക്കിയുള്ളപ്പോൾ ചിത്രം തടഞ്ഞുകൊണ്ടുള്ള ഇഞ്ചക്ഷൻ ഓർഡർ പുറത്തു വന്നു. ചെറിയ തുക എന്തേ ഉള്ളൂ, ആ പടം എടുക്കുന്നതിന് ചെറിയ എമൗണ്ടില്ല. ഈ ഇവർ തമ്മിൽ തർക്കമായത് ചെറിയ തുകയ്ക്കാണ്, 10,000-50,000, മാക്സിമം 1,00,000 രൂപയുടെ എന്തോ ഒരു പ്രശ്നത്തിലാണ്. അതിനപ്പുറം ഇല്ല. അത് പരിഹരിക്കാൻ ആരും മെനക്കെട്ടില്ല എന്നുള്ളതാണ് രസം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആൾ കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയും പോലെ 4 പ്രൊഡ്യൂസേഴ്സ് 4 കോണിൽ, വിതരണക്കാർ സഫയർ ഫിലിംസിൻ്റെ 2 പേര്, അങ്ങനെ ഈ 6 പേരും 6 കോണിൽ നിന്ന് പരസ്പരം നീയാണോ വലുത് ഞാനാണോ വലുത് എന്നുള്ള ഒരു തർക്കം നടന്നതിലാണ് പഞ്ചപാണ്ഡവർ തിയേറ്ററിലെത്താതെ പോയത്. വർണ്ണാലയ ഫിലിംസിൻ്റെ ബാനറിൽ നിർമ്മിച്ച പഞ്ചപാണ്ഡവർ പ്രസാദ് ലാബിൻ്റെ നെഗറ്റീവ് സൂക്ഷിക്കുന്ന ഗോഡൗണിൽ കിടന്നു. AC ഗോഡൗണിലാണ് ഇത് സൂക്ഷിക്കുന്നത്. നനച്ചിരിക്കാത്ത സമയത്ത് ജയൻ വിട പറഞ്ഞപ്പോൾ പലരും പഞ്ചപാണ്ഡവർക്ക് മോഹവില പറഞ്ഞു. അതായത് നിങ്ങളിപ്പോൾ ഇത് 5 ലക്ഷം രൂപയ്ക്ക് എടുത്തെങ്കിൽ ചിലപ്പോൾ 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. പരസ്പരമുള്ള ഈഗോയിൽ ഒന്നും സംഭവിച്ചില്ല. ആരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. നിർമ്മാതാക്കളിൽ 3 പേര് മരിച്ചു. 4 പേര് ആണ് നിർമ്മാതാക്കൾ, അതിൽ 3 പേരും മരിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ തൻ്റെ കന്നി സൃഷ്ടിയായ സിനിമ ചെയ്ത് ഇന്ന് കാണാനൊക്കും നാളെ കാണാനൊക്കും എന്ന് കരുതിയിരുന്ന ശേഖർ കാവശ്ശേരിയും യാത്രയായി. നെഗറ്റീവുകൾ സൂക്ഷിക്കാൻ ഒരു നിശ്ചിത തുക നമ്മൾ ലാബിൽ കെട്ടണം. ചിത്രാഞ്ജലിയിലേക്കാണെങ്കിൽ അവർ ഒന്നിച്ചാണ് വാങ്ങുന്നത്. പ്രസാദിലൊക്കെ വർഷാവർഷം കെട്ടണം. അപ്പോൾ ഈ വർഷത്തെ കഴിഞ്ഞാൽ, ഡേറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് കത്ത് വരും, നിങ്ങളുടെ പടത്തിൻ്റെ നെഗറ്റീവ് ഒന്നിൽ എടുത്തു മാറ്റുക, അല്ല ഇവിടെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ ഇത്ര രൂപ ഇത്രാം തീയതിക്ക് അടയ്ക്കണം എന്ന് നമുക്ക് ലെറ്റർ വരും. പക്ഷേ 4 നിർമ്മാതാക്കളായപ്പോൾ ലാബിൻ്റെ ലെറ്റർ കൃത്യമായി ഒരാളിനും കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു വിലാസം അവരിൽ ഉണ്ടാവില്ല. അവരയച്ച അല്ലെങ്കിൽ കത്ത് മടങ്ങി വന്ന് കാണും. എന്തായാലും അടയ്ക്കാതാവുമ്പോൾ എന്ത് പറ്റുന്നുണ്ടെങ്കിൽ അവർ AC റൂമിൽ നിന്ന് എടുത്ത് ഗോഡൗണിൽ കൊണ്ട് തള്ളും. അങ്ങനെ സെൻസറിങ് കഴിഞ്ഞ പഞ്ചപാണ്ഡവർ, മലയാളിയുടെ പ്രിയങ്കരനായ ജയേട്ടൻ്റെ പൂർത്തിയായി സെൻസർ ചെയ്ത സിനിമ ആർക്കും കാണാനാവാതെ നശിച്ചു പോയി. ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് തോന്നില്ല. പ്രേംനവാസിനെ ശ്രീകൃഷ്ണനാക്കിക്കൊണ്ട് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ച
എക്സ്പോർട്ടറായ ഗണപതി അയ്യരും സഫയർ ഫിലിംസിൻ്റെ ചെട്ടിയാരുമായിരുന്നു ഈ പടത്തിൻ്റെ വിതരണക്കാർ. എന്തായാലും വലിയ കഷ്ടമായി പോയെന്നേ പറയാനുള്ളൂ. കാരണം പലരും മോഹവില പറഞ്ഞിട്ട് പോലും എങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ചർച്ചകൾ ഒരുപാട് നടന്നിട്ട് പോലും പഞ്ചപാണ്ഡവർ പ്രസാദ് ലാബിൻ്റെ ഏതോ കോണിൽ കിടന്ന് നശിച്ച് നാമാവിശേഷമായിപ്പോയി. എൻ്റെ സിനിമ, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ, പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ന് വരും നാളെ വരും തിയേറ്ററിലെന്ന് സ്വപ്നം കണ്ട് കഴിഞ്ഞ ശേഖർ കാവശ്ശേരി പിന്നെ ഒരു സിനിമയും ചെയ്തില്ല. സിനിമ ചതിയന്മാർക്കുള്ളതെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. പിന്നെ ജയേട്ടൻ്റെ അകാലത്തിലുള്ള മരണം, എല്ലാം കൊണ്ടും തളർന്നുപോയ മനുഷ്യനായി ശേഖർ കാവശ്ശേരി. 40 വർഷക്കാലമായി ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്താണ് അദ്ദേഹം. ഭംഗിയായിട്ട് ജീവിച്ചു. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ പറയുമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജയേട്ടനെ ഡബിൾ റോളിൽ അഭിനയിപ്പിച്ച് ഒരു സിനിമ ചെയ്യാനുള്ള പൂർണ്ണമായ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അകാലത്തിൽ പോയതുകൊണ്ട് വേറെ ആരെ വെച്ച് വേണമെങ്കിലും, മമ്മൂട്ടിയോ മോഹൻലാലോ രതീഷോ ഒക്കെ അഭിനയിച്ചാൽ നന്നാകാമാവുന്ന ഒരു സ്ക്രിപ്റ്റുമായി അദ്ദേഹം ജീവിച്ചു. ആരെങ്കിലും ഒരു നിർമ്മാതാവ് എന്നെങ്കിലും എന്നെ കാണാൻ വന്നാൽ ഞാൻ ഈ സിനിമ ചെയ്യും മിസ്റ്റർ ദിനേശ് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. നമുക്കറിയാം ഇത്രയും വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ ഇനി അത് ചെയ്യില്ല എന്ന്. പക്ഷെ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു, ഇനിയും എനിക്കൊരു അംഗത്തിന് ബാല്യമുണ്ടെന്ന്. ആ സ്വപ്നങ്ങളിൽ ജീവിച്ച, അതുകൊണ്ട് തന്നെ സിനിമാക്കാരുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന, ഞാൻ ഈ വിവരം ശേഖർ കാവശ്ശേരി മരിച്ചു എന്നുള്ള വിവരം കല്ലു ഡെന്നീസിനെ വിളിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു അയ്യോ എന്നായിരുന്നു ആദ്യം കല്ലൂരാൻ്റെ പ്രതികരണം. മരിച്ചോ? ഞാൻ മരിച്ചു. ഷോ 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അതുപോലെ മദ്രാസിൽ കല്ലു ഡെന്നീസിന് ആരുടെയെങ്കിലും ഒരു നമ്പർ വേണമെങ്കിൽ, അത് ഇന്നലെയാണ് ഞാൻ അറിയുന്നത്, മദ്രാസിൽ ജീവിക്കുന്ന പഴയകാല സിനിമാ പ്രവർത്തകരുടെ ആരുടെയെങ്കിലും ഒരു നമ്പർ വേണമെങ്കിൽ ഞാൻ ശേഖർ കാവശ്ശേരിയെ വിളിച്ചാണ് വാങ്ങാറ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം മദ്രാസിലുള്ള എല്ലാ സിനിമാക്കാരുമായിട്ടും സൗഹൃദം സൂക്ഷിച്ച, ബഹുമാനം സൂക്ഷിച്ച മനുഷ്യനായിരുന്നു ശേഖർ കാവശ്ശേരി. ശാരദാമ്മയുടെ നമ്പരൊക്കെ കല്ലു ഡെന്നീസ് വാങ്ങിച്ചത് ശേഖർ കാവശ്ശേരിയുടെ കയ്യിൽ നിന്നായിരുന്നു. പരിചയപ്പെട്ട ഒരാളും അദ്ദേഹത്തെ പറ്റി അയാളൊരു ബോറൻ എന്ന് പറയിച്ചിട്ടേയില്ല. അത്രയും മാന്യനായിരുന്നു ആ മനുഷ്യൻ. അത് ആ സ്പോട്ട് സുരേഷൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, ശേഖരേട്ടൻ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ, ശേഖർജി എന്ന് വിളിച്ച് സംസാരിക്കുമ്പോൾ നല്ല നല്ല മനസ്സിന് ഉടമയായിരുന്നു ശേഖർ കാവശ്ശേരി. 84 വയസ്സെന്നൊക്കെ പറയുമ്പോൾ മലയാളിയുടെ ശരാശരി വയസ്സായി. ഒരുപാട് കാലം കിടന്ന് കഷ്ടപ്പെടാതെ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കാം ഒരു ഹാർട്ട് അറ്റാക്കിൽ ജീവിതം അവസാനിച്ചത്. പഞ്ചപാണ്ഡവരുടെ സംവിധായകനായ ശേഖർ കാവശ്ശേരി എന്ന ശേഖരൻകുട്ടി എന്ന് സ്നേഹമുള്ളവരെല്ലാം വിളിച്ചിരുന്ന ആ വലിയ മനസ്സിന് എന്നെ ആശ്വസിപ്പിച്ച, എൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ദിനേശിനെ പരസ്യമായി ക്യാമറകളുടെയും ആളുകളുടെയും മുന്നിൽ വച്ച് ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു അക്ഷരം കൊണ്ട് പോലും ദിനേശ് അപമാനിക്കാത്ത ഒരു മനുഷ്യൻ, ദിനേശിനെ വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ തെറി പറഞ്ഞു എന്ന് കേട്ടിട്ട് ആ വിവരമറിഞ്ഞ് എന്നെ വിളിച്ചിട്ട്, ദിനേശേ, നിങ്ങളുടെ ആ എപ്പിസോഡിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം എല്ലാം ചോർന്നു പോയതുപോലെ തോന്നുന്നു. നിങ്ങളങ്ങനെ ഊർജ്ജം ചോർന്നു പോകേണ്ട ഒരാളല്ല, സ്മാർട്ടായിട്ടിരിക്കൂ. നമ്മൾ തെരുവിൽ പോകുമ്പോൾ ആരെല്ലാം എന്തെല്ലാം കാഴ്ചകൾ കാണുന്നു, അതിലൊന്നാണെന്ന് വിചാരിച്ചാൽ മതി എന്ന് എന്നെ ആശ്വസിപ്പിച്ച, എന്നെ ഇഷ്ടമായിരുന്ന അദ്ദേഹം, ആ ജയതാരകം എന്നൊക്കെ പറഞ്ഞ ആ സംഘടനയുടെ ഒരു ബൈറ്റ് കൊടുത്തിരിക്കുന്നതിൽ പോലും അദ്ദേഹം പറയുന്നു, ഞാൻ ആഴ്ചതോറും ശാന്തിയുള്ള ദിനേശുമായിട്ട് സംസാരിക്കാറുണ്ടെന്ന് അദ്ദേഹം അതിൽ പറയുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ഒരുപാട് സ്നേഹം തോന്നി, നന്ദി തോന്നി. പ്രിയപ്പെട്ട ശേഖരേട്ടാ, ആദ്യമായി ചെയ്ത സിനിമ, എനിക്ക് ആ വിഷമം മനസ്സിലാവും. കാരണം ഞാനിപ്പോൾ ബംഗ്ലാവിൽ അവധി ചെയ്തിട്ട് ഓടിയില്ലയോ എന്നുള്ളതല്ല, ആ സിനിമ തിയേറ്ററിൽ എത്താതെ പോയെങ്കിൽ ഞാൻ എന്തുമാത്രം വിഷമിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശേഖരേട്ടൻ്റെ മനസ്സിലെ പ്രയാസവും എനിക്കറിയാം. ആ വലിയ മനുഷ്യൻ, ആ മനുഷ്യ സ്നേഹിക്ക്, കലാകാരന്മാരെ എല്ലാം ബഹുമാനിച്ച ആ വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക് ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.